നമസ്കാരം. ഭാരത് അരി വെറും തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമത്തിലാണ് കുറച്ച് ദിവസങ്ങളിലായി CPM. എന്നാൽ ഈ ശ്രമം പൊളിഞ്ഞടുങ്ങുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം ഭാരത് അരിക്ക് കേരളത്തിൽ നിന്ന് ലഭിക്കുന്ന സ്വീകാര്യത അത്രമേൽ വലുതാണ്. സ്വന്തം ജനത്തെ പട്ടിണിയിലേക്ക് തള്ളിയിട്ട് സംസ്ഥാന സർക്കാർ കയ്യും കെട്ടി നോക്കി നിൽക്കുന്ന സാഹചര്യത്തിലായിരുന്നു മലയാളികൾക്ക് ആശ്വാസമായി ഭാരത് അരി കേന്ദ്രത്തിൽ നിന്ന് കേരളത്തിലേക്ക് എത്തിയത്. എന്നാൽ ഇതൊന്നും ഇടത് സർക്കാരിന് അത്ര പിടിക്കാത്തതിനാൽ ഇതിനെ ശക്തമായ രീതിയിൽ എതിർക്കാനുള്ള ശ്രമങ്ങൾ സഖാക്കന്മാർ തുടർന്നു. അതിനുവേണ്ടി സൈബർ ഇടങ്ങളെ കളമാക്കി മാറ്റി അവിടെ കള്ളങ്ങൾ പ്രചരിപ്പിക്കുകയാണ് സൈബർ സഖാക്കന്മാർ ചെയ്തത്. റേഷൻ കടകൾ വഴിയുള്ള അരി വിതരണം വെട്ടിക്കുറച്ചിട്ടാണ് കേന്ദ്രം ഭാരത് അരി വിതരണം ചെയ്യുന്നത് എന്നതാണ് അതിൽ ഉയർന്നു വന്നിരുന്ന പ്രധാനപ്പെട്ട ഒരു ആരോപണം. എന്നാൽ റേഷൻ കടകൾ വഴി വിതരണം ചെയ്യുന്ന അരി വിഹിതം വെട്ടിക്കുറച്ചാൽ ഉറപ്പായും അത് വാർത്തയാകേണ്ടതാണ്. പക്ഷെ അങ്ങനെ ഒരു കാര്യം ഇതുവരെ ഉണ്ടായിട്ടില്ല. 2022 ഡിസംബറിൽ അരിവിഹിതം കുറച്ചതായുള്ള വാർത്ത ലഭിച്ചിട്ടുണ്ട്. എന്നാൽ അരിവിഹിതം കുറച്ചതായി അടുത്തിടെയുള്ള റിപ്പോർട്ടുകളിൽ ഒന്നുമില്ല. അങ്ങനെയാകുമ്പോൾ ഈ സഖാക്കന്മാർ വരുത്തി വെച്ചിരിക്കുന്ന ഈ അരി വിതരണം വെട്ടിക്കുറച്ചു എന്നുള്ള ആരോപണം ഭാരത് അരിയെ കുറിച്ച് ഉള്ളതല്ല എന്നത് വ്യക്തമാണ്. തുടർന്ന് ഭാരത് അരി വിതരണം സംബന്ധിച്ച വിവരങ്ങൾ പരിശോധിക്കുകയുണ്ടായി. കിലോയ്ക്ക് 29 രൂപ നിരക്കിൽ ഇന്ത്യയൊട്ടാകെ വിതരണം ചെയ്യുന്ന ഭാരത് അരിയുടെ വിൽപ്പന കേരളത്തിൽ ഏപ്രിൽ 7-നാണ് ആരംഭിച്ചിട്ടുള്ളത്. തൃശൂർ ജില്ലയിലാണ് ഇതിന്റെ ആദ്യഘട്ട വിൽപ്പന നടന്നത്. നാഷണൽ കോഓപ്പറേറ്റീവ് കൺസ്യൂമർ ഫെഡറേഷൻ ആണ് ഈ അരി വിതരണത്തിന്റെ ചുമതല നൽകിയിരിക്കുന്നതെന്നാണ് റിപ്പോർട്ട്. 5-10 കിലോഗ്രാം എന്ന രീതിയിൽ പാക്ക് ചെയ്ത് അതിനുമേൽ വില നൽകിക്കൊണ്ടാണ് അരി വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത്. അതിനിടെ ഭാരത് അരി ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നിൽ കണ്ടുള്ള നീക്കമാണ് എന്നുള്ള മറ്റൊരു ആക്ഷേപം കൂടെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. ഈ ഒരു ആക്ഷേപം ഉയർത്തിയിരിക്കുന്നത് സംസ്ഥാന സിവിൽ സപ്ലൈസ് മന്ത്രി GR അനിലായിരുന്നു. സപ്ലൈകോയിൽ നൽകുന്ന 24 രൂപയുടെ അരിയാണ് കേന്ദ്ര സർക്കാർ 29 രൂപയ്ക്ക് നൽകുന്നത് എന്നതാണ് മന്ത്രി പറയുന്നത്. എന്നാൽ സപ്ലൈകോയിൽ ഈ പറയുന്ന അരി കിട്ടാനില്ല എന്നത് മന്ത്രി മറന്നിരിക്കുകയാണ്. റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ചാക്കരിക്ക് സമാനമായിട്ടുള്ള അരിയാണ് ഇതെന്നും മറ്റ് വ്യത്യസ്തതകളൊന്നും ഈ അരിക്ക് ഇല്ല എന്നും മന്ത്രി GR അനിൽ കുറ്റപ്പെടുത്തിയിരുന്നു. എന്നുവെച്ചാൽ മോദി വിരോധം തീർക്കാൻ വേണ്ടി ഭാരത് അരിയെ അന്തം കമ്മികൾ കരുവാക്കാൻ നോക്കിയിരിക്കുന്നു എന്നത് ഇതിൽ നിന്നെല്ലാം വ്യക്തമാണ്. പക്ഷേ ജനം ഈ വിഷയത്തിൽ കേന്ദ്രത്തിനൊപ്പം നിന്നതോടെ ആ ഭാരത് അരിയെ കുറിച്ചുള്ള ആരോപണങ്ങൾ ഉണ്ടാക്കുന്നത് എല്ലാം വെറും ജലരേഖയായി മാത്രം മാറുന്നു എന്നതാണ് യാഥാർത്ഥ്യം.